ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, നമ്മൾ തമ്മിലിൽ കണ്ടിട്ടില്ലേ ഒരു ഡോഗിനെ കൊടുക്കുന്നുണ്ടെന്നില്ല, ആ ഡോഗിനെ കൊടുക്കുന്നത്. അതുപോലെ ഒന്ന് രണ്ട് സംഭവം ഇന്ന് കാണിക്കാനുണ്ട്, വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ഈവനിങ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മളെ ഇന്നലെ 2 ദിവസം നല്ല മഴയും കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ട നല്ല കാമായിട്ടുള്ള ആംബിയൻസും അതുപോലെ പട്ടൊക്കെ പറപ്പിക്കുന്നുണ്ട്. എല്ലാം ഇഷ്ടംപോലെ ഈ വൈകുന്നേരം എല്ലാ ദിവസവും ഇതുപോലെ നല്ലോണം പട്ടം പറപ്പിക്കുന്ന ആളും എല്ലാവരും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. എന്താ രസം എന്നൊക്കെ. ഓക്കെ, അതേപോലെ ഇവിടെ ഒരാളൊക്കെ ഉണ്ടാ, ഇതൊന്നും ഇത്രയും ആൾക്കാർ വന്നതൊന്നൊരു പ്രശ്നമല്ലാണ്ട് ഇത്രയും ആളെ നടുവിൽ കിടന്നുറങ്ങുന്നുണ്ടാ. അവിടെ ഇല്ല, മത്തി മൊത്തം തിന്ന് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് നല്ല ഉറക്കാന്ന് മൂപ്പര്. ചത്ത ഇവിടെ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇതുണ്ടാ ഇവിടെ ഒരു ഹോള്, കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ, അപ്പോൾ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഭാഗം. കിടന്നോ ആ ഓക്കെ. അപ്പോൾ നമുക്ക് നല്ല അകത്തോട്ട് പോവാം. അതുപോലെ നമ്മൾ മറൈൻ അക്വേറിയം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് കയറാം. അതുപോലെ നമ്മൾ പിന്നെ ഈ ക്രീപ്പറെല്ലാം കണ്ട അത്യാവശ്യം നല്ല കട്ടിയിൽ കയറി നല്ല വലിയ വൻമരങ്ങളായി കേട്ടോ, നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞ് ചെറിയ രീതിയിൽ മാത്രം വരാൻ തുടങ്ങി. അപ്പുറത്തുനിന്ന് മാത്രമേ ഇന്ന് കാര്യമായിട്ട് വരുന്നുള്ളൂ. ഇതുണ്ടാ അപ്പുറത്തുനിന്ന് വരുന്ന അതേ രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ട് വരുന്നതാണ്, പക്ഷേ ഇവിടുത്തെ ഫോഴ്സ് നല്ലോണം കുറഞ്ഞ്. അതുപോലെ നമുക്ക് നല്ല ഇങ്ങനെ ഉള്ളിലേക്ക് പോവാം. അതുപോലെ പിന്നെ ഡോഗ്സിന് നമ്മൾ പിന്നെ ഡോഗ്സിന് അതുപോലെ ടോർക്കിനെല്ലാം കുറച്ചായി കാണിക്കാം. നമ്മളെ കിമ്മിച്ചിൻ്റെ കുട്ടീനെ അതുപോലെ നമ്മളെ റോളക്സിനൊക്കെ കാണിച്ചിട്ട് കുറച്ചായില്ലേ, അപ്പോൾ അവരൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമ്മൾ അനാക്കോണ്ടനെ കണ്ട, അനാക്കോണ്ട മേലിൽ കയറിക്കുന്നുണ്ടോ. അപ്പോൾ നോക്കിയേ, അനാക്കോണ്ട 2 സ്ഥലത്തായിട്ടാണ് മെയിനായിട്ട് നിൽക്കുക. ഒന്ന് വെള്ളത്തിലും പിന്നെ അതിൻ്റെ മേലെ ഈ പുറത്തങ്ങനെ നിൽക്കാറില്ല, നേരെ മേലിൽ കയറി ഈ കല്ലിൻ്റെ അകത്ത് കയറി ഇരിക്കുക. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് തുറന്നിട്ട് തന്നെ കാണിച്ചു തരാം. വേണ്ട അനാക്കോണ്ട നല്ലൊരു കടി അടിച്ചിട്ടോ നമ്മൾ ആപ്പിൽ നിന്ന് ഇന്നലെ റീലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിഷിൻ്റെ ഏരിയ കുറേ നാളെയിൽ കാണിച്ചിട്ട് നമ്മുടെ പിന്നെ വീഡിയോ ടെറ്ററിനെ നമ്മൾ കുറേ എണ്ണത്തിനെ കുറച്ചിട്ട് നമ്മളെന്താക്കി ഒറാണ്ട ഗോൾഡ് ഫിഷ് ഇല്ലേ, ഒറാണ്ട ഗോൾഡ് ഫിഷിനെ കുറച്ചെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആഡ് ചെയ്യണം, കുറേ ഒറാണ്ടനാക്കി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അതുപോലെ പിന്നെ വേറെ 1-2 മീൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഈ വീഡിയോനെ കാണുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി അത് മാത്രമാകുമ്പോൾ രസം കുറവുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്തതാണ്. അതുപോലെ നമ്മളെ മറൈൻ അക്വേറിയം കണ്ട അനിമോൺ ക്രാബ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുണ്ട ഇങ്ങനെ ഉള്ളിൽ കണ്ട അനിമോണിനായിട്ട്. അതുപോലെ നമ്മൾ ക്ലൗൺ ഫിഷ് നിൽക്കുന്ന പോലെ അനിമോണിൻ്റെ കൂടെ പെയറായിട്ട് നിൽക്കുന്ന പിന്നെ ക്രാബ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ശ്രിമ്പ് ഉണ്ട്. ഇതുണ്ട ശ്രിമ്പ് ഉണ്ടാ, ശ്രിമ്പും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഫിഷ് ഇതുണ്ടാ, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇപ്പം അത്യാവശ്യം കുറച്ച് ദിവസമായി ഏറ്റിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മറൈന് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. എന്തെങ്കിലും ഒരു മീൻ എന്തെങ്കിലും സംഭവിച്ചാൽ മതി, പിന്നെ മൊത്തം ഒന്നും നോക്കണ്ട, 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് കാലിയാവും. അതുപോലെ നമ്മുടെ അടാ ഇതെവിടെ അല്ല ഒരു ചെറുതിട്ടില്ലേ, ഒരു ചെറിയ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതുപോലെ ചാമ്പിട്ടാ നമ്മുടെ പിന്നെ സ്നാപ്പിംഗ് ടേർട്ടിൽ ഒരു ചെറിയ ഫിഷിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടാൽ, നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അടിച്ചെന്ന് തോന്നുന്നു, കാണുന്നില്ല. ഓക്കെ, സ്നാപ്പിംഗ് ടേർട്ടിൽ നല്ല മാറ്റം വന്നില്ലേ, കളറിലെല്ലാം നല്ല ചേഞ്ചായി ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്ക്. അടിപൊളിയായില്ലേ. അതുപോലെ നമ്മുടെ പിന്നെ അരോണി അത്യാവശ്യം നല്ല സൈസ് കയറിയിട്ടുണ്ട്, നല്ല ഫീഡിങ് കേട്ടാ. ഇതിപ്പോൾ ഒരു മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാ, 3 ഇട്ടത് 2 അടിച്ച് 1 ബാക്കിയുണ്ട്. അതുപോലെ സ്ക്വിറലും ഒരു കുട്ടി പിന്നെയും പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കംബോഡിയൻ സ്ക്വിറൽ. അതന്നെ കുട്ടി തന്നെ താഴത്തുള്ളത്. ഇപ്പം ഇറങ്ങിയ പുതിയ ലാസ്റ്റ് ഇറങ്ങിയ കുട്ടിയാണ്. ആ വാല് ഡാർക്കായിട്ടുള്ളത്. അതെ ഇവൻ
ഇതിപ്പോൾ ഇറങ്ങിയ കുട്ടിയാണ്. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് അവരെല്ലാം ഇങ്ങനെ ഇവരിലെല്ലാ പൊത്തിലും ഉണ്ട്. അതാ ഒരാൾ നോക്കുന്നുണ്ടോ? ഓക്കെ, അത്യാവശ്യം എണ്ണം കൂടി വന്ന് ഓക്കെ അല്ലേ, പൊളിയല്ലേ? അതുപോലെ നമ്മുടെ പിന്നെ കോൾഡക്കിൻ്റെ ഇപ്രാവശ്യം 2 കുട്ടിയാണ് വിരിഞ്ഞത് കേട്ടോ. ആദ്യത്തെ കുട്ടി നമ്മൾ മാറ്റി. ഇത് ഇപ്രാവശ്യം വിരിഞ്ഞ 2 കുട്ടികൾ. ഇത് നമുക്ക് പുറത്തിടാൻ വേണ്ടി പറ്റുന്നില്ലേ, പുറത്ത് ഇട്ടിട്ട് പുറത്തുനിന്ന് വിരിഞ്ഞിട്ട് ആദ്യത്തെ നമ്മൾ 7 കുട്ടികളുണ്ടായത് നമ്മൾ പൂച്ച പിടിച്ചിട്ടാണ് നമ്മൾ ബാക്കീനെ മാറ്റിയിട്ട്. അതുകൊണ്ട് പൂച്ചനിപ്പോൾ നമ്മൾ വിരിയുമ്പോൾ തന്നെ ഇവരെ അമ്മനെയും കുഞ്ഞിനെയും മാറ്റിയിടുക ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പൂച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ പൂച്ചനും ഒഴുക്കി ഒരാളെ നമുക്ക് ഒഴിവാക്കാൻ മനസ്സ് വരുന്നില്ല, വലിയ പ്രശ്നമായിട്ടുള്ളത്. എന്താ പറയുക, കൂട്ടിലിടാനും പറ്റൂല. എന്നാൽ പിന്നെ നമ്മളെ കണ്ടിട്ടില്ലേ കിങ് ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും, എന്താൾ വന്നാലും ഒരു വിഷയമല്ല. ഓനെങ്ങനെ ഓൻ്റെ രീതിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകാം. നമ്മുടെ കയ്യിലെ ഫീമെയിൽ ഡോഗ്സിനെല്ലാം നമ്മൾ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ റൂബിന് ഇതിനെല്ലാം നമ്മൾ 1-2 സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ റോക്സിക്ക് നമുക്ക് സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റോക്സിനെ ഫ്രീ ആയിട്ട് തരാൻ തയ്യാറുണ്ട്. അതുപോലെ കുറച്ച് ഡക്സും ഉണ്ട് കേട്ടോ. നമ്മൾ അന്നത്തെ വിഗോവ ഡക്കിലെല്ലാം വലുതായിട്ടുണ്ട്. കുറേ എണ്ണത്തിന് നമ്മളായിരിക്കല്ലോ കൊടുത്ത്. ഇതുപോലെ വന്നിട്ട് ഇഷ്ടത്തോടെ പറയുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത്. ഇനിയും കുറച്ച് പീസ് ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡക്സിനെ വേണമെങ്കിൽ പിന്നെ ഈ വരും ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് തരാം കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ 2 വീതം കൊടുക്കുക കേട്ടോ. ഒരാൾക്ക് 2 വീതം കൊടുക്കുക. അപ്പോൾ ഏകദേശം എത്ര പീസ് ഉണ്ട് ബാക്കി? 2, 4, 6, 8, 10, 12 പീസ്. 12 പീസ് ഉണ്ട്. അപ്പോൾ 6 ആൾക്ക് നമുക്ക് കൊടുക്കാം 12 പീസ്. 2 വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ലേ, നമ്മളിവിടെ വന്ന് പിന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് തീർക്കും കേട്ടോ. എന്നാൽ ആദ്യം ചോദിക്കുന്ന 6 പേർക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ റോക്സിൻ്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടേ. റോക്സി എന്ന് പറയുന്നത് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പാവം ഡോഗാണ്, വളരെ പാവം. പക്ഷേ ബേസിക്കലി ഇവനാണ് വേൾഡിലെ ഏറ്റവും മോസ്റ്റ് അറ്റാക്കിംഗ് ഡോഗ്സിൽ വരുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ഡോഗാണ്. പക്ഷേ നമ്മളിവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫീമെയിൽ ഡോഗ്സ് നമ്മളിവിടെ എപ്പോഴും പ്രശ്നമാണ്. നമ്മൾ റൂബി അതുപോലെ കന്നാസ് ഇതെല്ലാം ഫീമെയിലും നമ്മളിവിടെ വിടുമ്പോൾ, അതുപോലെ പിന്നെ ഫീമെയിൽ ഹീറ്റ് ആകുമ്പോൾ മെയിൽസിന് പ്രശ്നം. അയ്യോ എന്താടാ, നോ 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 അങ്ങനെ ചാടിക്കയറിക്കൂടാ. ഗുഡ് ബോയ് അല്ലേ, ഗുഡ് ഗേൾ ആണല്ലേ. ഇതുണ്ടാ അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് നിർത്തിത്തരല്ലേ. നിന്ന് ഈ നോ 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 എന്താണ് ഇവൻ്റെ മുഖം കണ്ട. ഇതിൻ്റെ പിന്നെ വീഡിയോയിൽ നമ്മൾ മുന്നേ കാണിച്ചിട്ട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിന് ആടും പിന്നെ ഡോഗും കൂടി ക്രോസ് ആയിട്ട് ആയതാന്ന് ഈ മുഖം. അങ്ങനല്ല. അപ്പോൾ ഇതേതാ ബ്രീഡ് എന്ന് അറിയില്ല എല്ലാവർക്കും. ഇതാണ് ഇംഗ്ലീഷ് ബുൾ ടെറിയർ കേട്ടോ. ഐഷ് മുഖം കണ്ട, ഏതാ ലുക്ക്. നോ ഡോഗ്സ് കളിക്കാൻ തന്നാൽ നമ്മൾ നല്ലോണം കൂടെ കളിച്ചാൽ പിന്നെ പൊരിഞ്ഞ കളിയായിരിക്കും കേട്ടോ. ഒരുമിച്ച് ഇങ്ങനെ ഇതാക്കി പിന്നെ എന്താ പറയുക, നമ്മളെ കൂടെ അങ്ങ് അർമാദിക്കും. നല്ല കളർ വന്നേ കണ്ട. അങ്ങനുണ്ട്. ആർക്കെങ്കിൽ ഇഷ്ടമായ ആൾ വന്നോ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. ഫീമെയിലാണ്. നല്ല മെയിലിനെ വെച്ചിട്ട് മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുട്ടികളെല്ലാം ഇറക്കാൻ പറ്റുമായിരിക്കും അല്ലേ. ബാ ധൈര്യമായിട്ട് ലീഷൊന്നും ഇല്ലാണ്ട് വിടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബാ വേടാ മോനെ, ബാ. ഒരുമിച്ച് തന്നെ വരും കേട്ടോ. ധൈര്യമായിട്ട് ഏടിയും കൂട്ടിയിട്ട് പോവാം. അതുപോലെ ആനിമൽ അഗ്രഷൻ ഒരു ഇപ്പോൾ താറാവിൻ്റെ അടുത്തെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം, പ്രശ്നമൊന്നുമില്ല. ബാ ബാ ധൈര്യമായിട്ട് പുറത്തേക്കെല്ലാം കൂട്ടിയിട്ട് പോകാൻ പറ്റിയ ഡോഗാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. റോളക്സിന് ഇന്നൊന്ന് കാണിച്ചാൽ. അതുപോലെ കിമ്മിച്ച് ജൂനിയർ എന്ന് പറഞ്ഞാൽ ഫാദർ കിമ്മിച്ച് അത്യാവശ്യം ഏജായി. അപ്പോൾ ഇനി നമ്മൾ ജൂനിയർ കിമ്മിച്ചിനെ കൊണ്ടുവന്നിട്ട് അവനും അത്യാവശ്യം സൈസായിട്ടുണ്ട്. അപ്പോൾ അതുമെല്ലാം കാണിച്ചു തരാം. ഞാൻ റോക്സി വരുന്നത് കാണിച്ചു തരാം. നമുക്ക് ദൂരത്ത് നിന്നിട്ടൊന്ന് വിളിക്കാം. റോക്സി അവിടെ ഉള്ളതേ, അവിടെ എന്തോ ബിസിയാണ്. ഉണ്ടാ
അത് ഒന്ന് ഇടങ്ങി നിർത്തിച്ചിട്ട് വിളിച്ചിട്ട് വരുത്തിക്കാന്ന് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇങ്ങനെല്ലാം ആകുമ്പോൾ ഇത് കൊടുക്കാൻ കഴിയില്ല നമുക്കായിരിക്കും. ഭയങ്കര സങ്കടം ഈ കൊടുക്കുന്ന വിഷയം വരുമ്പോൾ. അങ്ങനെയുണ്ട് ഇഷ്ടമാ. കുറേ കാലമായി വീഡിയോയിൽ കാണിക്കുക. നമ്മൾ ഇവിടെ വിസിറ്റേഴ്സ് വരുമ്പോൾ ഇവനെ കാണാത്തതിൻ്റെ ഒരു റീസൺ എന്താ അറിയോ? എപ്പോൾ ഓപ്പോസിറ്റ് മുഖാക്കിയിട്ട് ഫ്രണ്ട് കാണിച്ച് നിൽക്കുകയില്ല. എപ്പോൾ ബാക്കേ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവൻ്റെ ഈ എന്താ പറയുക, നല്ല ഭംഗിയുള്ള മുഖം എല്ലാവർക്കും കാണാൻ പറ്റണ്ടേ, എന്നാലും ഇത് ഇന്ന ഡോഗാന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിഗിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ? നമ്മൾ പിഗിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പിഗല്ല, നമ്മളൊരു മിനിയേച്ചർ പിഗ് വരുന്നില്ല, ഡോർഫ്. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സെർച്ചിങ്ങിലുള്ളത്. ഇതുവരെ അതിനെ നല്ലതിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അങ്ങനെ നല്ല മിനിയേച്ചർ ഡോർഫ് പിഗിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കട്ടാ. നല്ല അടിപൊളി കളറും കാര്യങ്ങളിലായിട്ടില്ലേ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല. ആ ടൈപ്പ് പിഗിനെ കൊണ്ടുവരാം. നോർമൽ പിഗിനെ കൊണ്ടുവരുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പെൻഡിങ്ങിൽ നിന്നത്. ഓക്കെ, എന്തായാലും നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ താറാവെല്ലാം വന്നിട്ടുണ്ടേ. ഇതാ ഇവരാണ് കൊടുക്കാനുള്ളത്. ഒരു ഗൂസും ബാക്കി ഫുള്ള് താറാവും. എല്ലാം വിഗോവയാണ് കേട്ടോ, വിഗോവ. ഇപ്പം ഡോഗ്സിനെയും താറാവിനും ഡോഗ്സിനും ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കണ്ടാ, വലിയ പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇതുണ്ടല്ലേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. റോക്സി ബേബി, അയ്യോടാ. നമ്മുടെ ജൂനിയർ കിമ്മിച്ച് ഇപ്പോൾ ഈ ചെറിയ പ്രായമല്ലേ, പിന്നെ 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടവും ചാട്ടവും എല്ലാം മൂപ്പരിക്കുണ്ട്. അതേപോലെ അച്ഛൻ കിമ്മിച്ചിൻ്റെ സ്വഭാവം ഏകദേശം സെയിം ആവും നമുക്ക് തോന്നുന്നു. നല്ല അത്യാവശ്യം രാത്രിയിലും നല്ല ബിഹേവിയറൊക്കെ ഇപ്പം തന്നെ ആ ഒരു അഗ്രഷനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ റോളക്സും നല്ല രീതിയിൽ മറ്റേ ഒരു ഗാർഡ് ഡോഗായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. റോളക്സിനും ഇതേപോലെ ചെറിയ പ്രായമായിട്ടില്ല, ഇപ്പോൾ 6 മാസം 7 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ റോളക്സും അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡ് ഡോഗ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ മെയിലിനെ മാത്രമായിട്ട് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ഇവരെല്ലാം വളർന്നു വരുമ്പോഴേക്ക് പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും ഫീമെയിൽസ് ഉണ്ടായാൽ. ഓക്കെ, അപ്പോൾ മെയ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ ഏതെങ്കിലും ഫീമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യിക്കാം. അല്ലാണ്ട് നമ്മളിവിടെ ഫീമെയിലിനെയും കൂടി വളർത്തുന്നത് നമുക്ക് അത്ര ആരോഗ്യത്തിന് ഹാനികരം. ദാ എന്നാ ഒരു ട്രീറ്റ് കൊടുക്കാമല്ലോ. ദാ സിറ്റ്. ചെറുതായിട്ട് നമ്മളിങ്ങനെ ട്രെയിനിങ് കൊടുത്ത് തുടങ്ങിയിട്ടാ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. നമുക്ക് ലീശെല്ലാം അയച്ച് വിട്ടാ പോവും. ഓടിക്കോ. അത്യാവശ്യം പിന്നെ സൈസ് ഉണ്ടല്ലേ, കുഴപ്പമില്ലല്ലേ. കിമിച്ച് ഡാ നോ. അയ്യേ 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 അയ്യേ. ഡാ വേസ്റ്റ് എടുത്ത് കടിച്ചിട്ട് ഓടി. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളെല്ലാം നമുക്ക് പിന്നെ എന്താ പറയുക, ഡോഗിനെല്ലാം വളർത്തുമ്പോൾ നേരിടേണ്ടി വരും. അതിനെല്ലാം പരിശീലിപ്പിച്ചിട്ട് ശരിയാക്കി എടുക്കണം. അതേപോലെ തന്നെ നമ്മളെ പറവ പറക്കുന്നുണ്ട് കേട്ടോ. ഹരി എത്ര മണിക്ക് വിട്ടതാ? 3 നമ്മളെ പറവുള്ളൂ അല്ലേ. ഒരാൾ എക്സ്ട്രാ കയറി വന്നൊരു പറവയെന്നേ. നമ്മളത് 3 ഇപ്പോൾ എത്ര മണിക്ക്? 3 മണിക്ക് വിട്ടല്ലേ? 4:45 വിട്ടേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ ഞാൻ 3 മണിക്ക് വിട്ടിട്ട് രാത്രി 11 മണിക്ക് ഇറക്കിയത്. ഓക്കെ, അപ്പോൾ 8 മണിക്കൂർ ഇപ്പോൾ പറന്ന്. അപ്പോൾ നമ്മൾ ടൈം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ നമ്മൾ പിന്നെ പറവൻ്റെ ആ ഒരു സെറ്റപ്പെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത്. അതിന് ശേഷം നമുക്ക് കേജും കാര്യങ്ങളെല്ലാം കാണിക്കാം. ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നതുകൊണ്ടാകെ ഒരു അലങ്കോലായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മിശാലെല്ലാം കരിക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇടുന്നൊരു തെങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടേസ്റ്റ് ഉണ്ടാ? എന്നിട്ട് നോക്കിയിട്ട് മറ്റേ കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാത്ത നോക്കിയിട്ട് അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. എൻ്റെ മോനെ പഞ്ചസാര ഇട്ടിനാ. നിങ്ങളെല്ലാം കൊതിപ്പിച്ചാണ് കേട്ടോ. നല്ല ഈ ചൂടിന് എല്ലാവർക്കും
ഒരു കരിക്ക് കുടിക്കാൻ ഇങ്ങനെ കുടിക്കുന്നതാണ് ഒരു മോഹം വരും. അതിന് വേണ്ടി ചെയ്തതാണ്. അതുപോലെ നമ്മൾ റോളക്സിനെ കാണണ്ടേ, റോളക്സിനെ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ടോർക്കിനെ കാണാം. ടോർക്ക് ഇവിടെ തന്നെ ഉണ്ട്, ഗ്രൂം ചെയ്യുമ്പോൾ മറ്റേ ഷെയർ ഇങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഏതായാലും ഒന്ന് വീഡിയോ ഒന്ന് ഇറക്കിയിട്ട് കാണിക്കാം. ടോർക്കിനെ ഒന്ന് ഇറക്കട്ടെ ഷെയറേ. ഓന് പിന്നെ ഫീമെയിലിനോണ്ട് ഓടിക്കോ, ഇടങ്ങാറാക്കോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ബാ സൈസ് കയറി വന്നില്ലേ സംഭവം. പിന്നെ ആ സുഖമില്ലാത്ത സമയത്തൊക്കെ ഒരു അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു പോയിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ ഒന്ന് ഉഷാറായി അല്ല മോനെ. ഇതാ അങ്ങനെയുണ്ട്. ഡാടാ ഒന്ന് തല പിടിച്ചേ. ഗുഡ് ബോയ് അല്ലേ, പിടിച്ചേ. അയ്യവാ ആ അല്ലേ, ഏതാ ലുക്ക്. ബാ ഇവിടെ കുഴിയുണ്ട്, ചിലപ്പോൾ കാല് താണു പോകാൻ ചാൻസ് ഉണ്ട്. നോ എങ്ങനെയുണ്ട്, സെറ്റായില്ലേ? ബാബാ ഷെയറൊന്നും ഓടിക്കട്ടെ, ഷെയറൊന്നും ഇങ്ങനെ ഓടി വരുന്നതാണ് നല്ല രസം. ഷെയറൊന്നും ഓടി വന്നടാ, ടോർക്കിൻ്റെ ശരിയായ ഓട്ടം എല്ലാം കാണാല്ല. ഷെയറല്ലേ ട്രെയിനർ, നമ്മൾ പിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് നടക്കലേ ഉള്ളൂ. എൻ്റെ ഒക്കെ നടക്കുമ്പോൾ കുതിരൻ്റെ സൈസും കാണൂല, ഷെയറിൻ്റെ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം സൈസും കാണും കുതിരൻ്റെ. ഞാൻ അത്യാവശ്യം വലിയ മനുഷ്യനല്ലേ. ചില ആൾക്കാർ ഇപ്പോൾ പെറ്റ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അയ്യോ ഇത്ര വലിയ മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ്. സെറ്റായില്ലേ? പൊളി. അതേപോലെ നമ്മൾ ഓറിയാടുന്ന് നോക്കുന്നുണ്ട്. ഓറിയാ നോക്കിയേ, ആ ഓറിയോൻ്റെ കളിയുണ്ടാ, എന്താ രസം. ഓറിയോൻ്റെ വാല് ഇതേപോലെ വളർന്നു വരുന്നുണ്ടേ. ഇത് ജോട്ടൊക്കെ അടിച്ച് ചെറുതാക്കി വന്നിട്ടാ ഓറിയോൻ്റെ വാല്. പിന്നെ ജോട്ട ഓറിയോൻ്റെ വാലും ഓറിയോ ജോട്ടൻ്റെ വാലും കൂടി കടിച്ചിട്ട് രണ്ടാൾക്കും വാലില്ല ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. രണ്ടാൾ സെപ്പറേറ്റ് ചെയ്തില്ല. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട് വാല്. ലുക്കായി വരുന്നുണ്ടല്ലേ. 4 മാസം ആയിട്ടില്ല. 4 മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രഗ്നൻസി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ നമ്മളെ റോളക്സിനെ കണ്ടേ, റോളക്സിനെ ഇനി നമുക്ക് കാണാനുള്ളത്. റോളക്സിനെ കണ്ടിട്ട് പോവാം. അതാ റോളക്സിനെ നമ്മളെ ഹരി കൊണ്ടുവന്നിട്ടുണ്ട്. അടാ അപ്പിട്ടാ ഓക്കെ. ട്രീറ്റ് ഒന്ന് ട്രീറ്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മതി റോളക്സ് ഓ ബേബി. ഫ്രീ ആയിരിക്കും കേട്ടോ. കുറേ ആൾക്കാർ ഇവൻ്റെ എന്തേ ഈ മറ്റേ ഇയർ ക്രോപ്പ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടതിനെ. എനിക്ക് എന്താ പറയുക, നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ക്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ക്രോപ്പ് ചെയ്യുന്ന എന്താണെന്ന് അറിയില്ല, ഒരു താല്പര്യക്കുറവാണ് കേട്ടോ. ഓക്കെ ബാ കൂട്ടാ. അതുപോലെ ടെയില് ആദ്യം ക്രോപ്പ് ചെയ്തിട്ടുണ്ടായി, വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായതാണ് കേട്ടോ. നോ സിറ്റ് ബേബി. നോ സിറ്റ്. ഗുഡ് ബോയ്. എങ്ങനെയുണ്ട് റോളക്സ്? നല്ല മാറിയില്ലേ? നമുക്കൊന്ന് ഫ്രീ ആക്കി വിടാം, നീ ഒന്ന് ഓടി കളിച്ചോടാ. ഓക്കെ ഭയങ്കര രസമാണ്. ഇവിടെ നമ്മൾ ഇവരെല്ലാം തുറന്നു വിടുന്നു കേട്ടോ. നല്ല സ്ഥലം ഉണ്ടല്ലോ. റോളക്സ് കം റോളക്സ്. പിന്നെ പിയും പൂവെല്ലാം ചെയ്യുന്ന സമയം കേട്ടോ, അത് കറക്റ്റായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെയും തുറന്നു വിട്ടാൽ ചെയ്യൽ. അതല്ല ഞാൻ എന്നോട് ചോദിച്ചത്. ഒരു വട്ടം ചെയ്ത് ഓക്കെ. അതിന് ട്രെയിനിങ്. പിന്നെ നമ്മളെ വീഡിയോയിലൊരു കാര്യം പറയാനല്ലേ, നമ്മളെ പിന്നെ പരിസരത്ത് ഏതെങ്കിലും നമ്മുടെ കണ്ണൂർ നിയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഡോഗ് ട്രെയിനർ പിന്നെ എന്താ പറയുക ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്. നമുക്കിവിടെ സ്ഥിരമായിട്ട് സ്റ്റാഫായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും അങ്ങനെ
അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വന്നിട്ട് പോകുന്ന രീതിയിലാണെങ്കിൽ നമുക്കൊരു ട്രെയിനർ ആവശ്യമുണ്ട് കേട്ടോ, ഡോഗ് ട്രെയിനറെ. അപ്പോൾ പിന്നെ ചെറിയ ടോയ് ബ്രീഡിങ്ങിലേക്ക് ഒന്ന് പിന്നെ ട്രെയിനിങ് കൊടുക്കാനുണ്ട്. നമ്മളൊരു പ്രൊഫഷണൽ ട്രെയിനറൊന്നുമല്ല, നമുക്കിങ്ങനെ ബേസിക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവേ നമുക്കുള്ളൂ. എന്നാൽ കൂട്ടി കയറുക, ഇരിക്കുക, ഷെയ്ക്കാൻ തരാം, പിന്നെ എന്താ പറയുക അങ്ങനത്തെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്കറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിലാണ് നമ്മളെല്ലാത്തിനും ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ ഇതാക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ട്രെയിനേഴ്സ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ പറയണേ, അങ്ങനെ നമുക്കൊരാൾ ആവശ്യമുണ്ട്. ഓക്കെ, റോളക്സ് 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 കം ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, നോ സിറ്റ് ബേബി, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. Come. Good boy. Sit. Good boy. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളും ഇതുവരെ നമുക്ക് അറിയുള്ളൂ കേട്ടോ. അതേപോലെ ഇങ്ങനെ കയറി ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതുപോലെ നോ അങ്ങനത്തെ കമൻറ്റെല്ലാം കൊടുത്തിട്ടുള്ള പരിചയം നമുക്കുള്ളത്. ഞാനും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ട് പഠിച്ചോന്നല്ലല്ലോ, നമ്മൾ വളർത്തി അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കുറച്ച് യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് സെറ്റാക്കി തന്നിട്ടാ. നമുക്ക് ടൈമിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിൻ്റെ ഒരു ഇതും കൂടി ഉള്ളത് കൊണ്ടാണ് ഒരു ട്രെയിനറെ വേണമെന്ന് തോന്നുന്നത് കേട്ടോ. അങ്ങോട്ട് പോ. ഓക്കെ. ഇനിയിപ്പോൾ കൂടുതൽ ട്രീറ്റ് കയ്യിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ വരും കേട്ടോ. അങ്ങനെ ഉണ്ട് നമ്മുടെ ഡോബർമാൻ. ഇതിനെക്കുറിച്ച് ഡോഗിനെ കുറിച്ച് അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണലുണ്ടെന്ന് അറിയാം. പിന്നെ നല്ല കമൻസൊക്കെ വരാറുണ്ട്. നോർമലി എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മളെ പോരായ്മകളും കമൻ്റായിട്ട് വരാറുണ്ട്, നല്ല കാര്യങ്ങളും കമൻ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡോഗ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഗുഡ്. ഓ സിറ്റ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, നോ നോ നോ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, കം. അത് ഹരിൻ്റെ തല മേലോട്ട് തന്നെ കേട്ടാ, പറവ ഒരു രക്ഷയില്ല, ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ. ടൈം കയറി വരാൻ തുടങ്ങി. ഞാൻ നമ്മൾ 12 എണ്ണത്തിന് ഒരുമിച്ച് വിട്ടിട്ടുണ്ടായില്ലേ, അത് നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാൻ. അതുപോലെ നമ്മൾ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫുള്ള് ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ രാത്രി 10 മണി വരെ പറപ്പിക്കുമ്പോൾ നമ്മൾ പിന്നെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് പറപ്പിക്കുന്നത്. ലാസ്റ്റ് എത്ര മണി വരെ പറയുന്നത്? 12 മണിയാണ്. 11:45 വരെ പറത്തിയിട്ടുണ്ടാ. ഫുള്ള് ഹരിയാന്ന് നമ്മുടെ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പിന്നെ അനിയായി മറ്റേ പറത്തല് കേട്ടാ. ഫുള്ള് സെറ്റാണ്, ഒരു രക്ഷയില്ല. അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പറവനെ പിന്നെ നോക്കാൻ പറ്റുള്ളൂ. അത് പറവൻ്റെ കാര്യത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ നല്ല ഡെഡിക്കേറ്റഡുള്ളവരായിട്ട് കുറേ കാലത്തിന് ശേഷം നമ്മളെ കൂടെ എന്താ പറയുക, മുന്നേ അരി ഉണ്ടെങ്കിലും പറവൻ്റെ കേസിൽ നമ്മൾ സെറ്റായി, ടീമായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.